ജനവിധി അംഗീകരിക്കുന്നുവെന്നും ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം ജനപ്രതിനിധിയായി തെരഞ്ഞെടുത്ത ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിക്കൊണ്ട് തുടർന്നും ആലത്തൂർ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നും രമ്യ ഹരിദാസ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് ശേഷം VCVയോട് പ്രതികരിക്കുകയായിരുന്നു അവർ. കേരളത്തിൽ കോൺഗ്രസ് തരംഗമാണ്. തിരിച്ചടി എന്ന് പറയാൻ കഴിയില്ല. ആലത്തൂർ പാർലമെന്റ് മണ്ഡലം ഒരു ഇടതുപക്ഷത്തിന്റെ അനുഭാവികളുള്ള, പ്രത്യേകിച്ച് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനകത്ത് ഏകദേശം 1.5 ലക്ഷത്തിലധികം വോട്ട്, വലിയ വ്യത്യാസം. 7 നിയോജക മണ്ഡലം MLA-മാരും LDFന്റെ ആളുകളാണ്. അതിൽ 2 മന്ത്രിമാർ ഉൾക്കൊള്ളുന്ന, രാധാകൃഷ്ണൻ സാറും അതേപോലെ കൃഷ്ണകുട്ടിയേട്ടനും ഉൾക്കൊള്ളുന്ന മണ്ഡലങ്ങളുള്ള ഒരു വലിയ മണ്ഡലമാണ്. അപ്പം അതിനകത്ത് മുന്നണി പ്രവർത്തകരും പാർട്ടി പ്രവർത്തകരും ഞങ്ങളിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഞങ്ങൾ വളരെ കൃത്യമായിട്ട് വിനിയോഗിച്ചിട്ടുണ്ട്. ബാക്കി ജനങ്ങളുടെ ജനവിധിയാണ്. ആ ജനവിധിയെ നമ്മൾ അംഗീകരിക്കുന്നു എന്ന് കരുതി ആലത്തൂര് പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം അവരുടെ ജനപ്രതിനിധിയായിട്ട് തെരഞ്ഞെടുത്ത ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിക്കൊണ്ട് തന്നെ തുടർന്നും ആലത്തൂർ തന്നെ ഉണ്ടാവും. ഈ ഒരു ഇടതുപക്ഷത്തിന്റെ വിജയം സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവമാണെന്ന് പൊതുവെ പറയുന്നത്, എന്താണ് അതിനെക്കുറിച്ച് പറയാം? കാരണം അതൊക്കെ ഇപ്പം വോട്ടിന്റെ പാറ്റേണും എങ്ങനെയാണ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിനകത്തൊക്കെ ഇപ്പം ചേലക്കര മണ്ഡലത്തിനകത്ത് വന്നിരുന്ന അദ്ദേഹം വിജയിച്ചതിന്റെ ഒരു വോട്ടിന്റെ പാറ്റേണും, അതേപോലെ തന്നെ മറ്റു മണ്ഡലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു വിജയിച്ചതിന്റെ ഒരു വോട്ടിന്റെ പാറ്റേണും ഒക്കെ പരിശോധിച്ച് വിലയിരുത്തുമ്പോഴാണ് അതിനകത്ത് എങ്ങനെയാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാകും. അപ്പോൾ അതിനകത്തേക്ക് അങ്ങനെ ഒരു രീതിയിലേക്കല്ല, ഇതൊരു വ്യക്തിപരമായിട്ടുള്ളൊരു മത്സരമല്ലല്ലോ. എന്താ പറയുക, ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന സമയത്ത് നമുക്കത് ഒറ്റയടിക്ക് പറയാൻ കഴിയില്ലല്ലോ. പൊതുവെ കേരളത്തിലെ UDFന്റെ മുന്നേറ്റത്തെ കുറിച്ച് എന്താ പറയുക? കാരണം വളരെ വലിയ മുന്നേറ്റമാണ്. കേരളത്തിനകത്ത് വിജയിച്ച എല്ലാ ആളുകളെയും ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയുടെ വലിയ ശക്തമായിരിക്കുന്ന ഒരു പോരാട്ടം. കാരണം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ ഇന്ത്യയിലെ പ്രബുദ്ധരായിരിക്കുന്ന വോട്ടർമാർ തയ്യാറായി എന്നുള്ളതും ഈ ഒരു തെരഞ്ഞെടുപ്പിനകത്ത് നമുക്ക് ബോധ്യപ്പെട്ടതാണ്. ഇന്ത്യ മുന്നണിക്കൊപ്പം ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്, അത് കേരളത്തിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. ഇപ്പോൾ പാർലമെന്ററി രംഗത്ത് ചെറിയൊരു ഇടവേളയാണ് താങ്കൾക്ക് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ സംഘടനാ രംഗത്ത് കൂടുതൽ കരുത്തായിട്ട് പ്രതീക്ഷിക്കാമോ? എന്ത് ചോദ്യ ചേട്ടാ, ഞാനൊരു അങ്ങനെയല്ല, നമ്മളൊരു പൊതുപ്രവർത്തകയാണ്. ഈ പാർട്ടിയാണ് പാർലമെന്റിനകത്തേക്ക് മത്സരിക്കാൻ ഒരു അവസരം നൽകിയ പാർട്ടിയാണ്. അത് കഴിഞ്ഞ 5 വർഷക്കാലം ജനങ്ങൾ എന്നിൽ വിശ്വാസം അർപ്പിച്ചത് ഏൽപ്പിച്ചു. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് പെട്ടെന്ന് ഓടിപ്പോകാൻ കഴിയുന്ന ഒരാളല്ല. അപ്പോൾ തുടർന്നും ആലത്തൂരിൽ തന്നെ ആലത്തൂരിലെ ജനങ്ങളുടെ വിവിധ വിഷയങ്ങളിൽ ഇനിയും ഇടപെടാനുണ്ട്. അതൊരു MP പോസ്റ്റിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നതും അതിൽ ഒരു ജനപ്രതിനിധി ആയിരുന്ന ഈ മണ്ഡലങ്ങളെക്കുറിച്ച് പരിചയമുള്ള ആളെന്നുള്ള രീതിയിൽ ഒരു പൊതുപ്രവർത്തക. കാരണം കോൺഗ്രസ് ഇപ്പോൾ ജയവും പരാജയവും എല്ലാ കാലങ്ങളിലും മാറി മറിഞ്ഞു. അപ്പോൾ ആ സമീപനത്തിൽ ഉണ്ടാകുന്ന എല്ലാ ഇടപെടലുകളും നടത്തിക്കൊണ്ട് ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കോഴിക്കോട്ടേക്ക് തിരിച്ചു പോകുന്നില്ല? കോഴിക്കോട്ടേക്കോ? ഇവിടെ തന്നെ ഉണ്ടാവും. ആലത്തൂർ തന്നെ ഉണ്ടാവും.